Today we are going to learn about attitude. Attitude refers to a set of emotions, beliefs and behaviors towards a particular object, person, thing or event. നമുക്ക് ഒരു കാര്യത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെറ്റ് ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ബിലീഫ് ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കാര്യത്തിനോട് ബിഹേവ് ചെയ്യുന്നതും അതിനോട് നമ്മൾ പ്രതികരിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ദേ ആർ ഓഫൺ ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓർ അപ്ബ്രിങ്ങിങ്. അപ്പം നമ്മളുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബിഹേവിയർ നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ എൻവയൺമെൻറ്റൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ദ എക്സ്പീരിയൻസസ് ദാറ്റ് യു ഒക്കർ ഇൻ യുവർ ലൈഫ്, ഓൾ ദീസ് എഫക്ട്സ് യുവർ ആറ്റിറ്റ്യൂഡ്. Attitudes are enduring but they also change. Attitudes ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇവൻറ്റ് ഒക്കർ ചെയ്താൽ നമ്മളിലൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റഡ് ആയാൽ അത് ഒരുപാട് നാൾ നിലനിൽക്കും. ബട്ട് ദേ ക്യാൻ ഓൾസോ ബി ചേഞ്ച്ഡ്. പക്ഷെ മറ്റ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. Behavior is the result of many factors, of which attitude is an important one. So we find that attitude has a powerful influence over behavior and it affects how people act in various situations. അപ്പം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ബിഹേവിയറിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. സോ ആറ്റിറ്റ്യൂഡ് എഫക്ട്സ് അവർ ബിഹേവിയർ വെരി മച്ച്. While attitudes are enduring, they can also change. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ പല ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുകയും ചെയ്യും. ആ ആറ്റിറ്റ്യൂഡ്സ് ഒരുപാട് നാൾ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതനുസരിച്ച് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും മാറാറുണ്ട്. ദിസ് ക്യാൻ ഇൻക്ലൂഡ് ഇവാലുവേഷൻ ഓഫ് പീപ്പിൾ, ഇഷ്യൂസ്, ഓബ്ജക്ട്സ് ഓർ ഇവൻറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ അൺസർട്ടൻ. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല ആളുകളെ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ പല ഓബ്ജക്ട്സ്, ഇവൻറ്റ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം വി ഫൈൻഡ് ദാറ്റ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് ഓരോരുത്തരും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അവിടെ ഉണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ചിലർ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും, ചിലർ നെഗറ്റീവായിട്ട് എടുക്കും. And some persons will not have a clear-cut idea about it or clear-cut ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് അവിടെ ഉണ്ടാവത്തില്ല. സോ ദേ മേ ബി അൺസർട്ടൺ അബൌട്ട് ഇറ്റ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ്സ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഓർ യു ക്യാൻ ബി ഓൾസോ അൺസർട്ടൺ. സോ വി ഫൈൻഡ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് is one of the main factors which brings about a change in your behavior. അപ്പം നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആറ്റിറ്റ്യൂഡ് അലോങ് വിത്ത് മെനി അതർ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഇസ് ദ ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ് സാധാരണ രണ്ടായിട്ട് പറയാറുണ്ട്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്ലി അവെയറായിട്ട് ഉള്ള ആറ്റിറ്റ്യൂഡ്സിനെയാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദേ വിൽ ക്ലിയർലി ഇൻഫ്ലുവൻസ് ആ ബിഹേവിയർ ആൻഡ് ബിലീഫ്സ്. അപ്പം നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മനോഭാവം എന്താണെന്നറിയുകയും അത് നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആർ അൺകോൺഷ്യസ്. അപ്പോൾ ചില എക്സ്പീരിയൻസസൊക്കെ നമുക്ക് അൺകോൺഷ്യസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ സേവ്ഡ് ആയിട്ട് വരും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ബട്ട് ദാറ്റ് വിൽ സ്റ്റിൽ എഫക്റ്റ് അവർ ബിലീഫ്സ് ആൻഡ് ബിഹേവിയർ. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ടിപ്പിക്കലി ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. ഓൾസോ ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ബി ഫേവറബിൾ ഓർ ഫേവറബിൾ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനോട് നമ്മൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമ്മൾ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ആകാം. ഓർ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. നമ്മൾ അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മൾക്ക് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. Nietzsche and Scholar states that when a new attitude is developed, നമുക്ക് ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴയ ആറ്റിറ്റ്യൂഡ്സ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല, കംപ്ലീറ്റ്ലി ഇറേസ്ഡ് ആകുന്നില്ല. ഇൻസ്റ്റെഡ് വാട്ട് ഹാപ്പൻസ് ഇസ് യുവർ ന്യൂ ആറ്റിറ്റ്യൂഡ്സ് ബിക്കംസ് മോർ എക്സ്പ്ലിസിറ്റ് ആൻഡ് യുവർ ഓൾഡ് ആറ്റിറ്റ്യൂഡ്സ് ബിക്കം ഇംപ്ലിസിറ്റ്. അത് അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പോവുകയും നമ്മുടെ പുതിയ ആറ്റിറ്റ്യൂഡ് നമുക്ക് എക്സ്പ്ലിസിറ്റായിട്ട്
എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദ ടു ആറ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യും, കോ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. Next is the components of attitudes. Components of attitudes are referred to as the CAB or ABCs of attitudes. ഇത് 3 തരത്തിലാണ് കമ്പോണൻസ് പറയുന്നത്: കോഗ്നിറ്റീവ് കമ്പോണൻറ്റ്, എഫക്റ്റീവ് കമ്പോണൻറ്റ് ആൻഡ് ബിഹേവിയറൽ കമ്പോണൻറ്റ്. നമുക്ക് ഓൾറെഡി നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറയുന്ന പോലെ തന്നെയാണ് 3 കമ്പോണൻസ് പറയുന്നത്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് റിലേറ്റഡ് ആണ്. നമ്മളെങ്ങനെ ബിലീവ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ തോട്ട്സ് ആൻഡ് ബിലീഫ്സ്. എഫക്റ്റീവ് ആറ്റിറ്റ്യൂഡ് മീൻസ് depending upon your feelings and how you react to an object or what may you feel when something happens. ഇതൊക്കെയാണ് എഫക്റ്റീവ് കമ്പോണൻ്റ് എന്നാണ്. ബിഹേവിയറൽ കമ്പോണൻറ്റ് മീൻസ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഇൻഫ്ലുവൻസസ് യുവർ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ, അതായത് നമ്മളെങ്ങനെ ഒരു സാഹചര്യത്തോട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ബിഹേവിയറൽ കമ്പോണൻറ്റ് കാണിക്കുന്നത്. Next we will see the definitions of attitude. Travers defines an attitude as readiness to respond in such a way that behavior is given a certain direction. Attitude എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ആ ബിഹേവിയറിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഡയറക്ഷനെ ഡിറ്റർമിൻ ചെയ്യും. അതായത് നമ്മൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതും ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടിരിക്കും. McCarthy and Doyle define an attitude as an organization of concepts, beliefs, habits and motives associated with a particular object. ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ ഓബ്ജക്റ്റിനോടുള്ള നമ്മുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിലീഫ്, ഹാബിറ്റ്സ് ഓർ മോട്ടീവ്സിന് ആണ് ആ ഒരു സിസ്റ്റം നമ്മൾ ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ വരുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഹാബിറ്റ്സ് വരുന്നത്, നമ്മളുടെ ബിലീഫ് വരുന്നത്, നമ്മളൊരു കാര്യത്തോട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഡാരിയൽ ബെം ഡിഫൈൻസ് ആറ്റിറ്റ്യൂഡ്സ് ആർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ആണ് എന്നാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ക്യാമ്പൽ ഡിഫൈൻഡ് ആറ്റിറ്റ്യൂഡ്സ് as simply in terms of the probability that a person will show a specified behavior in a specific situation. നമുക്കറിയാം നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കാര്യങ്ങളോടാണെങ്കിൽ നമ്മൾ അതിനോട് താല്പര്യം കൂടുതൽ കാണിക്കുകയും അതിൽ ഇൻവോൾവ് ആകുകയും ചെയ്യും. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിക്കും. അപ്പം നമ്മൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് your attitude. So it is defined as the probability in which you behave in a specified manner in a specific situation. അപ്പോൾ ഇത്രയുമാണ് ആറ്റിറ്റ്യൂഡിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. വിൽ കണ്ടിന്യൂ ഇൻ ദ റിമൈനിങ് ക്ലാസ്.